ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കമ്പനി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കാര്യങ്ങളെല്ലാം തന്നെ അമ്മായിമാർ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. ആ ധനലക്ഷ്മിയാണ് ഇതിനെല്ലാത്തിൻ്റെയും പുറകെ. അവളെ ഒന്ന് ശരിയാക്കണം, കൺമണി വരുമ്പോഴത്തേനും അവൾക്കുള്ളൊരു ശിക്ഷ കൊടുക്കണം എന്നൊക്കെയാണ് അമ്മായിമാർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരുണിൻ്റെ ബുദ്ധിയാണെങ്കിലും അവളാണ് ഇവിടെ കൈകാര്യം ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരെയും വിഷമത്തിലാക്കിയതും അവൾ തന്നെ. അവൾക്കിട്ടൊരു പണി കൊടുക്കാം. അവളിപ്പോൾ അടുക്കളയിലാണുള്ളത്. അവളെ ഒന്ന് ചെന്ന് കാണണം എന്ന രീതിയിലൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അച്ഛനാണെങ്കിലോ ഇവിടെ അമ്മയുടെ ഫോട്ടോ നോക്കി വളരെയധികം വിഷമിക്കുക കേട്ടോ. നമ്മുടെ മോൾക്ക് എപ്പോഴും സങ്കടം തന്നെയാണ്. അവൾ എന്താണ് ഇങ്ങനെ, അവളുടെ വിധി എന്താ ഇങ്ങനെ, സന്തോഷം ആ കുട്ടിക്കില്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ അത് കെടുത്താനായിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഒരു നിവൃത്തികേടാണ്. ഈ അച്ഛൻ എന്ന സ്ഥാനത്ത് നിന്ന് അവൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കരയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ഗോകുൽ വരുന്നുണ്ട്. അച്ചച്ച ഇങ്ങനെ വിഷമിക്കണ്ട, അപ്പയ്ക്ക് ജാമ്യം കിട്ടുന്നേ, അച്ചച്ച വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് സമാധാനപ്പെടുത്തുന്നു. പിന്നീടും പിറ്റേ ദിവസം തന്നെ കേട്ടോ കാണുന്നത്. അങ്ങനെ മഹിയും അതുപോലെ തന്നെ ദേവ്ജിയും വന്നിട്ട് കൃഷ്ണനോട് ആ സന്തോഷ വാർത്ത പറയാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു കേട്ടോ. ആ കൃഷ് വന്നോന്ന് ചോദിക്കുന്നുണ്ട്. എന്താടാ പറയാനുള്ളത്? എടാ കൺമണിക്ക് ജാമ്യം കിട്ടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓ, അത് സന്തോഷമുള്ള കാര്യമല്ലേ? കൃഷ് നല്ല സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും നീ വക്കീലിനെ ഒന്ന് വിളിച്ചതാ, എന്നിട്ട് അയാളോടൊന്ന് നന്ദി പറയട്ടെ എന്ന് പറയുന്നുണ്ട്. കൃഷി ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി വക്കീലല്ല കൺമണിക്ക് ജാമ്യം കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ആരാണ് അത്? ബലരാമൻ്റെ അനിയത്തി ഭാഗ്യശ്രീയാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന കൃഷിന് ഭാഗ്യശ്രീയോ, അവൾ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? കൃഷി, അവൾ നല്ല കുട്ടിയാണ്, അത് മനസ്സിലാക്കുക. ആ പാവം കുട്ടി അവളുടെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിനൊന്നും അവൾ ഒരിക്കലും ആവുകയാണ്. അതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അവളെക്കുറിച്ച് നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവരായിരിക്കരുത് എനിക്കും അതുപോലെ കൺമണിക്ക് ഇപ്പോൾ ജാമ്യം എടുത്ത് തന്നത്. അതിൻ്റെ ഒരു വെല്ലുവിളി അവൾ നടത്തിയിട്ടല്ലേ പോയതെന്ന് പറയുന്നു. അങ്ങനെയൊന്നുമില്ല, അവളെക്കുറിച്ച് നിനക്കൊന്നും അറിയാഞ്ഞിട്ടാണ്. നന്മ മനസ്സിലുള്ള കുട്ടിയാണ്, അതുകൊണ്ടാണ്. അവൾ കൺമണിക്ക് വേണ്ടിയിട്ടും നിനക്ക് വേണ്ടിയിട്ടും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവളാണ് അവൾ. സ്വന്തം അച്ഛനും അമ്മയും ജയിലിൽ കയറ്റിയിട്ടുണ്ട് അവൾ. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നീ അത് മനസ്സിലാക്കണം. അവർ നിൻ്റെ കൂടെ തന്നെയാണെന്ന് പറയുന്നു. ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അങ്ങോട്ട് പോന്നു. അതൊക്കെ പോട്ടെ, നീ പോയിട്ട് കൺമണി നിന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും, ചെന്നിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് വായോ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ദേവ് സാറും മഹി ആകെ ടെൻഷനായി നിൽക്കുകയാണ്. ഇവൻ്റെ ദേഷ്യവും വാശി എന്നാണ് കുറയാന്ന് ആലോചിച്ചിട്ട്. പിന്നീട് കാണിക്കുന്നത് അച്ഛനും അമ്മായിമാരും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഗൂഗിൾ വന്ന് പറയുന്നുണ്ട്, അച്ഛ അപ്പയ്ക്ക് ജാമ്യം കിട്ടിയിട്ടോ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷമായി എന്ന് പറയുന്നു. എന്നാൽ നമുക്ക് പോയാലോ കൺമണിയെ കൊണ്ടുവരാൻ? അതിൻ്റെ ആവശ്യമില്ല അമ്മായിമാരെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ് സാർ തന്നെ പോകാമെന്നാണ് പറഞ്ഞത്. അവർ രണ്ടുപേരുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷങ്ങളിൽ നമ്മൾ വെറുതെ കട്ടോറുമാവേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. കൺമണിയെയും കൊണ്ട് ഇങ്ങോട്ട് തന്നെ ആയിരിക്കും വരിക എന്നുള്ള രീതിയിലൊക്കെ ഗോകുൽ സംസാരിക്കുന്നു കേട്ടോ. എന്തായാലും ആശ്വാസമായി എന്ന് പറയുന്നു. അമ്മായിമാർ നമ്മൾ പണി കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ ധനലക്ഷ്മിക്ക്, എന്തായാലും വേഗം തന്നെ ആവട്ടെ. കൺമണി വരുമ്പോൾ അവൾക്കൊരു സമ്മാനം പോലെ ആവട്ടെ അതുമെന്ന് പറയുന്നു കേട്ടോ. പിന്നീടും ജയിലിൽ തന്നെ ആട്ടോ കാണിക്കുന്നത്. കൺമണിക്ക് ജാമ്യ പേപ്പർ കൊടുക്കാട്ടോ ചെയ്യുന്നത്. സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഭാഗ്യശ്രീ എന്ന് പറഞ്ഞ് ഭാഗ്യശ്രീനെ കെട്ടിപ്പിടിക്കുന്നു കേട്ടോ. ഇനി ഒരു കാര്യം പറയട്ടെ കൺമണി, എൻ്റെ അച്ഛനും അമ്മയും നിന്നെ ഉപദ്രവിച്ചല്ലേ എന്ന് പറയുന്നുണ്ട്. നീ അങ്ങ് ശരിക്കും അങ്ങ് അറിഞ്ഞങ്ങ് അടിച്ചു അല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഭാഗ്യശ്രീ, നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് എന്നെ എന്നെ അപായപ്പെടുത്താൻ നോക്കിയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന്, അതൊന്നും കുഴപ്പമില്ല, അറിഞ്ഞ് തള്ളിക്കോണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവസരം കിട്ടാൻ കാത്തു നിൽക്കുകയാണ് അവർ. അങ്ങനെ ഉണ്ടെങ്കിൽ കൺമണി വിട്ടു കൊടുക്കരുത്, അവർ അങ്ങനെ ദുഷ്ടരാണെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു കാര്യം, കൺമണിയെ കൊണ്ടുപോകാൻ കൺമണിയെ കൃഷിക്കാർ വരില്ലേ? വരുന്നുണ്ടാവുമെന്ന് പറയുകയാണ്. എന്നാൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവട്ടെ എന്ന് പറയുന്നുണ്ട്. ആ കൃഷ്ണന് ഞാനിവിടെ നിൽക്കുമ്പോൾ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എന്ന് പറയുന്നുണ്ട്. ഭാഗ്യശ്രീ, എല്ലാം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ഭാഗ്യശ്രീ പോകുന്നു കേട്ടോ. പിന്നീട് വരുണിനെ തല്ലി ചതച്ച് എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന അനിരുദ്ധൻ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തു പറ്റി വരുണെ? ആരാണ് നിന്നെ അപായപ്പെടുത്താൻ നോക്കിയത്? അയാളുണ്ടല്ലോ, അയാളുടെ കൂടെ വേറൊരു പെണ്ണും ഉണ്ടായിരുന്നു. പെണ്ണോ? അതാരാണ്? താൻ പോലീസല്ലടോ, താനൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഞാനാണ് അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ഇപ്പോൾ വരുണിൻ്റെ അവസ്ഥ കിളി പോയ മട്ടിലാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തോ പരസ്പര ബോധമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാടാ നീ പറയുന്നത്? അല്ല, എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു കുയിൽ കൂവുന്നുണ്ടോ, കോഴി കരയുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത്.
എന്തായാലും മണ്ടയ്ക്ക് അടി കിട്ടിയപ്പോൾ തന്നെ എല്ലാ ബോധവും പോയി എന്നാണ് തോന്നുന്നത്. അവരെന്നെ അറിഞ്ഞു തല്ലി. കൺമണിക്കും കൃഷ്ണനും വേണ്ടപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ എന്ന് പറയുന്നു. ആ സമയത്ത് മാനസി അങ്ങോട്ട് വരുന്നുണ്ട്. മാനസിയുടെ കയ്യും തല്ലി ഒടിച്ചിട്ടുണ്ട് കേട്ടോ. മാനസി നിനക്കെന്ത് പറ്റി? ഒരു പെണ്ണ് വന്ന് എന്നെ കൈകാര്യം ചെയ്താൽ കണ്ടില്ലേ? ഒരാണും പെണ്ണും ഇവരുടെ കൂട്ടത്തിലുണ്ട്. കൺമണിക്കും കൃഷ്ണനും തുണയായിട്ട് അവരാരെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയുന്നു. മാനസിക പരാതി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് എഴുതി തായോന്ന് പറയുന്നുണ്ട്. എനിക്കൊരു പരാതിയില്ല. ഞാനിപ്പോൾ പരാതിയുടെ പുറകെ പോയാൽ കൃഷ്ണൻ എനിക്ക് കിട്ടില്ല. എനിക്ക് കൃഷ്ണനെ കിട്ടിയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ത്യാഗം സഹിക്കും. ആ കൺമണി മാനസിക്ക് കൃഷ്ണനെ കിട്ടണമെങ്കിൽ എനിക്ക് കൺമണിയും കിട്ടണം. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി മത്സരിച്ചുകൊണ്ടിരുന്നു. എന്നെ ഒന്ന് വെറുതെ വിട്ടേക്കുന്ന അനിരുദ്ധം പറയുന്നുണ്ട്. സാറ് ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. സാറും വേണം ഞങ്ങളുടെ കൂടെ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും വരുണിന് വീണ്ടും കിളിപ്പോയിരിക്കട്ടോ. ഒരു കോഴി കരയുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തമാശ, ശരിക്കും പറഞ്ഞാൽ വരുണിൻ്റെ അവസ്ഥ കാണുമ്പോൾ തമാശ തന്നെയാണ് കേട്ടോ തോന്നുന്നത്. പിന്നീടും ധനലക്ഷ്മിയെ കാണിക്കുന്നത് ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മനോജിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം എന്നുള്ളത് മനോജിനെ വിളിച്ച് പറയുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുമെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് തന്നെയാണ് അമ്മായിമാർ അങ്ങോട്ട് വരുന്നത് കേട്ടോ. ധനലക്ഷ്മി ഒന്ന് ശരിയാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് വരുന്നത്. എന്താ ധനലക്ഷ്മി കാര്യങ്ങളൊക്കെ പറയുന്നത്? എന്തിനാ മനോജിനെ വിളിച്ചിട്ട് അങ്ങോട്ട് വരണമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കിവിടെ മടുത്തു അമ്മായിമാരെ. കാരണം കൺമണി കണ്ടോ ജയിലിലായില്ലേ. നമ്മുടെ കുടുംബത്തിലെ ഏക ആശ്രയമല്ലേ അവൾ. അവൾ കാരണം അഭിമാനമുണ്ട് ഇപ്പോൾ അപ്പന്മാരും. ഞാൻ പോവുകയാണ് മനോജ് ചേട്ടൻ്റെ കൂടെ എന്ന് പറയുന്നു. അത് നീ കാരണമല്ലടി അങ്ങനെ ആക്കിയത്. വരുണിൻ്റെ കൂടെ നിന്നിട്ട് കൺമണിയെ ചതിക്കാൻ നോക്കിയില്ലേ. അവളെ ഇപ്പോൾ ജയിലിലാക്കാൻ ഒറ്റ ഒരുത്തി നീ കൂടിയല്ലേ എന്ന് പറയുന്നുണ്ട്. ഞാനെന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. നിർത്തടി എന്ന് പറഞ്ഞിട്ട് തല്ലുന്നുണ്ട് കേട്ടോ. നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിൻ്റെ ഒരു 101 പവനും 10 ലക്ഷം രൂപയും കാരണം ഇന്ന് ഈ വീട്ടിൽ തന്നെ സമാധാനം എല്ലാം ഒഴിഞ്ഞു പോയി. മര്യാദയ്ക്ക് നിന്നിട്ടില്ലെങ്കിൽ നിന്നെയൊക്കെ ശരിയാക്കും പറഞ്ഞിട്ട് അമ്മായിമാർ തല്ലുന്നുണ്ട്. പിന്നീടും കൃഷ്ണയും കൺമണിയാട്ടോ കാണിക്കുന്നത്. കൃഷ് ജയിലിലേക്ക് വരുന്നുണ്ട്. കൺമണി ഇന്ന് പുറത്ത് വരുന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോഴത്തേനും കൺമണിയെ പോയി കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. സാർ വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചു. അതെന്താ നീ അങ്ങനെ പറയാൻ കാരണം? അല്ല, ഞാനിപ്പോൾ ജയിൽ പുള്ളിയല്ലേ. സാറിന് ഒരുപാട് അപമാനമായില്ലേ ഇപ്പോൾ സാറിൻ്റെ പേരൊക്കെ പറഞ്ഞതോടുകൂടി തന്നെ. അങ്ങനെയാണെങ്കിൽ നീ എന്നെ വെറുക്കേണ്ടവളല്ലേ. ഞാനൊന്ന് 2 ദിവസമൊക്കെ ജയിലിൽ കിടന്നിട്ടില്ലേ കൺമണി എന്ന് പറയുന്നു. സോറി സാർ, എനിക്ക് അങ്ങനെ പറ്റിപ്പോയതാന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും സംസാരിക്കേണ്ട. എനിക്കും നീയും നിനക്കും ഞാനും അല്ലേ ഉള്ളൂ. നീ എത്ര ഇതിൽ പോയാലും എനിക്ക് നിന്നെ അല്ലാതെ വേറെ ഒരാളെ വേണ്ട കൺമണി എന്ന് പറയുന്നുണ്ട്. അന്വേഷണത്തിന് എന്ത് പറ്റി കയ്യിലെന്ന് ചോദിക്കുമ്പോഴത്തേനും സുമിത്രയായിട്ട് ഒരു അടിപിടി കൂടിയതാണ് എന്ന് പറയുന്നുണ്ട്. അവർ നിന്നെ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഉപദ്രവിച്ചു, പക്ഷേ അവർക്ക് കണക്കിനിട്ട് കിട്ടിയിട്ടുണ്ട്. 2-3 ദിവസം അവർക്ക് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർ ചിരിക്കുകയാട്ടോ ചെയ്യുന്നത്. പിന്നെ അത് മാനസയ്ക്കും അതുപോലെ തന്നെ വരുണിന് എന്ത് സംഭവിച്ചു സാർ എന്ന് പറയുന്നുണ്ട്. അവരെ കൈയും കാലൊക്കെ തല്ലി ഒടിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. കൺമണിയോട് ഇത് ആരാ പറഞ്ഞത്? ഞാനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഭാഗ്യശ്രീയാണ് പറഞ്ഞതെന്ന് പറയുന്നു. ഭാഗ്യശ്രീയോ? അവളെന്തിനാ പറഞ്ഞതെന്ന രീതിയിൽ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം സാർ. എന്നാലും ഒരു കാര്യം കൺമണിയും കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അച്ഛനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കൺമണി എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കൺമണിയും കൂട്ടിക്കൊണ്ട് പോകുന്നു കേട്ടോ. പിന്നെ ഈ മാനസയാണെങ്കിലോ ആൻറ്റിയമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്ത് പറ്റി മോളെ നിൻ്റെ കയ്യിനെന്ന് ചോദിക്കുമ്പോഴത്തേനും എൻ്റെ കൈ ഒടിഞ്ഞാലും കാലൊടിഞ്ഞാലും ഇവർക്ക് ആർക്കൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നീ കാര്യം കരയും മോളെ എന്ന് പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആൻറ്റിയമ്മേ, എല്ലാം പോയില്ലേ, ഇനിയിപ്പോൾ എന്താ സംഭവിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ഇതെല്ലാം കൃപ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മാനസയ്ക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടണം. പക്ഷേ മാനസ വീണ്ടും പ്രതികാരം ചെയ്യാൻ തന്നെ കൃഷ്ണൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അത് മുടക്കാനായിട്ട് കൃപ അവിടെ തന്നെ ഉണ്ടല്ലോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രമോ ആയിട്ട് കാണാം കേട്ടോ.